Dear aspirants, welcome to Fortune IAS. അങ്ങനെ KS എക്സാമിനേഷൻ വീണ്ടും വന്നിരിക്കുകയാണ്. 2025 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ ആ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച് തയ്യാറെടുക്കുന്ന ആസ്പിറൻസിന് വേണ്ടിയാണ് ഫോർച്യൂൺ IAS ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായിട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് അടുത്ത ഒരു 90 ദിവസം എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ എന്താണ് ഈ എക്സാമിനേഷന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. സോ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ആസ് യു ക്യാൻ സി ഹിയർ നമ്മുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉള്ളതുപോലെ തന്നെ 3 സ്ട്രക്ചറുകളിലായിട്ടാണ് 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഒന്ന് പ്രിലിംസ്, രണ്ടാമത്തത് മെയിൻസ്, ദെൻ ഇന്റർവ്യൂ. അപ്പോൾ ഇവിടെ പ്രിലിംസിലോട്ട് വരുന്ന സമയത്ത് UPSCയിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നമുക്ക് വരുന്നത് പ്രിലിംസിൽ പേപ്പർ 1, പേപ്പർ 2 എന്ന് പറയുന്ന 2 പേപ്പറുകൾ. ഓരോ പേപ്പറും 100 മാർക്ക് വീതമാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. രാവിലെ ഒരു എക്സാമിനേഷൻ, ഉച്ചയ്ക്ക് മറ്റൊരു എക്സാമിനേഷൻ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള പ്രിലിംസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് നേച്ചർ, ഒബ്ജക്റ്റീവ് ആണ് വരുന്നത്. അതേസമയത്ത് ഈ ഒരു പ്രിലിംസ് പാസ്സാകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മെയിൻസ്. ആൻഡ് മെയിൻസ് വിൽ ബി കണ്ടക്ടഡ് ഇൻ 3 പേപ്പേഴ്സ്, പേപ്പർ 1, 2, 3. 3 പേപ്പറാണ് വരുന്നത്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു മിനി വേർഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ. ഓരോ പേപ്പറിനും 2 മണിക്കൂർ വീതമായിരിക്കും നമുക്ക് സമയം ലഭിക്കുന്നത്. 100 മാർക്കായിരിക്കും ഓരോ പേപ്പറിനും വരുന്നതും. ഇതാണ് ബേസിക് ആയിട്ടുള്ള എക്സാമിനേഷന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പ്രിലിംസ്, മെയിൻസ്, ദെൻ കംസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഹിയർ 50 മാർക്കിനാണ് വരുന്നത്. സോ സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. അതേസമയത്ത് ഒരു PSC ആസ്പിറന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ 3 ഘട്ടമായിട്ട് എക്സാമിനേഷൻ നടത്തുമെന്നുള്ള കാര്യം ആദ്യം വളരെ കൃത്യതയോടെ മനസ്സിലാക്കി വെക്കുക. എങ്കിലാണ് അടുത്ത 3 മാസം എങ്ങനെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് പഠിക്കാനും പറ്റുള്ളൂ. സോ ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ദ എക്സാമിനേഷൻ സ്ട്രക്ചർ, പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. അപ്പൊ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്രാവശ്യം 2025 KS എക്സാമിനേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ്, നേരത്തെ തന്നെ എപ്പോഴാണ് പ്രിലിംസ് നടക്കുക, മെയിൻസ് നടക്കുക, ഫൈനൽ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ടോട്ടൽ വിവരങ്ങൾ PSC ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സമയം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് പ്രിലിംസിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ഭാഗത്തു നിന്ന് വരും എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. പേപ്പർ 1 ഞാൻ പറഞ്ഞു, പ്രിലിംസ് എന്ന് പറയുന്നത് 2 പേപ്പറുകളിലായിട്ടാണ് നടക്കുന്നത്. രാവിലെ ഒരു എക്സാമിനേഷൻ പേപ്പർ 1, ഉച്ചയ്ക്ക് ശേഷം മറ്റൊന്ന് പേപ്പർ 2. അപ്പൊ പേപ്പർ 1 വരുന്ന സബ്ജക്റ്റുകളാണ് ഇന്ത്യൻ ഹിസ്റ്ററി, 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, കേരള കൾച്ചർ. അങ്ങനെ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ അതിൽ ഇന്ത്യയുണ്ട്, ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ ഇന്ത്യയുണ്ട്. വേൾഡ് ഹിസ്റ്ററി, മോഡേൺ വേൾഡ് ഹിസ്റ്ററി മാത്രമാണ് വരുന്നത് ഫ്രം 18th century, കേരള ഹിസ്റ്ററി ആൻഡ് കേരള കൾച്ചർ. ടോട്ടലി നിങ്ങൾ നോക്കിക്കേ, ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സബ്ജക്റ്റിന്റെ റെലവൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ദെൻ കംസ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ആൻഡ് ഗവേണൻസ്. അവിടുന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ദെൻ റീസണിങ്, സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ്. ദെൻ ജോഗ്രഫിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും സബ്ജക്റ്റുകൾ കാണുന്ന സമയത്ത് ആസ് ആൻ ആസ്പിരന്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ മുതൽക്ക് നിങ്ങൾ പ്രയോറിറ്റൈസേഷൻ തുടങ്ങണം. കാരണം KS നമുക്ക് ആകെ ഒരൊറ്റ മോഡൽ എക്സാമിനേഷനെ നടന്നിട്ടുള്ളൂ. ശേഷം ഡിഗ്രി ലെവലായിട്ടുള്ള ഒരുപാട് എക്സാമുകൾ വരികയും PSCയുടെ പല ട്രെൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് KS മുന്നേ നടത്തിയിട്ടുള്ള 2020 എക്സാമിനേഷന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. അങ്ങനെ ഹിസ്റ്ററിയുടെ പാർട്ടിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ്, ദാറ്റ്സ് ഇക്വൽ ടു 40%, റൈറ്റ്? ദെൻ ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ഉണ്ട്, റീസണിങ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ പഠിക്കാൻ എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ മൂവിങ് ടു പേപ്പർ 2. പേപ്പർ 2 നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ ഒന്ന് എക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, കറണ്ട് ഇവന്റ്സ് വരുന്നുണ്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻക്ലൂഡിങ് കറണ്ട് ഇവന്റ്സ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് PSC തന്നിട്ടുണ്ട്. എനിഹൗ ദെൻ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് വരുന്നു, ദെൻ മലയാളം വരുന്നു. ഇതിന്റെ പ്രൊപ്പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഇക്കണോമി ആൻഡ് പ്ലാനിങ്ങിൽ നിന്നും 25 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
സയൻസ് ആൻഡ് ടെക്നോളജി 25 ചോദ്യങ്ങൾ. 25 ചോദ്യങ്ങൾ വീതം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയാണ്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻസും പഠിക്കണം, കറണ്ട് അഫയേഴ്സും പഠിക്കണം. ദെൻ ഇംഗ്ലീഷ്, മലയാളം. ഇംഗ്ലീഷിൽ നിന്നും ഒരു 20 ക്വസ്റ്റ്യൻസ്, മലയാളത്തിൽ നിന്നും ഒരു 30 ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ നോക്കിക്കേ, പേപ്പർ 1-ൽ നിന്നും നിങ്ങൾക്ക് ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പേപ്പർ 2-ൽ നിന്നും ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ടോട്ടലി നമുക്കൊരു 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. ഇതിൽ ഏകദേശം എത്ര വേണ്ടി വരും എക്സാമിനേഷന് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി? 2020 നടന്നിട്ടുണ്ടായിരുന്ന KS പ്രിലിംസ് എക്സാമിനേഷനിൽ അതിന്റെ ഒരു കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് വി ക്യാൻ ഹാവ് ദിസ് വൺ. 3 സ്ട്രീമുകളിലായിട്ടാണ് നടത്താറുള്ളത്. സ്ട്രീം 1, 2, 3 കാറ്റഗറി. അതാണ് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രീം വൈസ് കാറ്റഗറൈസേഷൻ. അതിൽ സ്ട്രീം 1 എന്ന് പറയുന്ന ജനറൽ ഓപ്പൺ കാറ്റഗറി, അവർക്ക് 277 മാർക്ക്. ഓക്കെ, ദെൻ സ്ട്രീം 2 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്നതും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഡിഫറെന്റ് പോസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ ഗസറ്റഡ് പോസ്റ്റും അല്ലാത്തവരായിട്ടുള്ള രീതിയിൽ. അതിൽ സ്ട്രീം 2-ൽ 60 മാർക്കും 3-ൽ 50 മാർക്കാണ് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ നോക്കിക്കേ, ഇസ് ദാറ്റ് പോസിബിൾ ഫോർ യു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് PSC സാധാരണ ചോദ്യത്തിൽ നിന്നുള്ള ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റ് അല്ല. UPSC നിലവാരത്തിലുള്ള ചില പ്രിപ്പറേഷൻസ് നമുക്ക് നിർബന്ധമായിട്ട് ഇവിടെ വേണം. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് ഈസിലി പോസിബിൾ ആണ്. 277 മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ലേ? ഒരു 80 മാർക്സ് നിങ്ങൾക്ക് നേടാൻ പറ്റില്ലേ എന്നുള്ളത് ഇനി അടുത്ത 3 മാസത്തെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫോർച്യൂൺ IAS നിങ്ങൾക്ക് ഒരു 90 ഡേയ്സ് പ്ലാനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ 90 ഡേയ്സ് പ്ലാൻ വരേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ, വി ഹാവ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 3. വൺ ഈസ് ദ സിലബസ്. സിലബസ് നമുക്ക് ഓൾറെഡി KS 2020 എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് PSC ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ സിലബസ് ഈസ് സംതിങ് വാസ്റ്റ്. അതിൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ പഠിക്കുന്നത് വൃത്തിക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് വൈസ് ആയിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് മേ ബി സിലബസ് ഒരുപാട് വലുതായിരിക്കാം. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് നമ്മൾ മുഴുവനും എഫേർട്ട് എടുത്ത് പഠിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് ഫോർച്യൂൺ IAS നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് വി ആർ സോ മച്ച് എക്സ്പെർട്ട് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫീൽഡ്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫോർച്യൂണിന്റെ ഫാക്കൽറ്റീസിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും വേണ്ടി പറ്റും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയാസ്, കോർ ഏരിയാസ് ഏതൊക്കെയാണ്. അപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിൽ നിന്നും ഏത് ഭാഗങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഏരിയകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. സോ സിലബസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ വേണം. ആ ഹാൻഡ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ആ സിലബസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് അത് പ്രത്യേകം തിരിച്ചറിയണം. അവിടെയാണ് ഫോർച്യൂൺ IASന്റെ ഫാക്കൽറ്റീസ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെ അടുത്തൊരു 90 ദിവസത്തേക്ക് 3 മാസത്തേക്ക് നിങ്ങൾ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് കോൺസെപ്റ്റുകൾക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. 2020 KS പ്രിലിംസിന് ശേഷം, KS ഉൾപ്പെടെയുള്ള എക്സാമിനുകൾക്ക് ശേഷം PSC അവരുടെ എക്സാം പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം അല്ലെ. അപ്പോൾ കോൺസെപ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം കോൺസെപ്റ്റിൽ നിന്നാണ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അല്ലാതെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നേരെ ഒരു ഫാക്ട് ചുമ്മാ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കോൺസെപ്റ്റുകൾക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്ലസ് കോർ ഏരിയാസ് നിങ്ങളുടെ 90 ഡേയ്സിൽ കോറായിട്ട് തന്നെ നിൽക്കണം. ആ കോറായിട്ട് എങ്ങനെ നിൽക്കും? അവിടെയാണ് ഞാൻ പറഞ്ഞത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ അടുത്ത് നിന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് മാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് നൽകേണ്ട ഒരു ഏരിയ ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം, ഒന്ന് നോക്കൂ. സോ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസ് അതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവിടെ യൂണീക്ക് ഫീച്ചേഴ്സ്, ഡൈനാസ്റ്റി അവരുടെ യൂണീക്ക് ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈവൻ ഫോർ UPSC ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ, ഇത്രയും കാലത്ത് ഒരു UPSC ബാക്ക്ഗ്രൗണ്ടും എക്സ്പേർട്സും ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടെ എക്സാമുമായിട്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡൈനാസ്റ്റീസ്, ദെയർ യൂണീക്ക് ഫീച്ചേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്. നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് പേഴ്സണാലിറ്റീസിന് കാണാൻ സാധിക്കും. അത് മുഴുവൻ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നോട്ട്. അവിടെയാണ് എക്സാമിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ടും ആവശ്യം വരുന്നത്. സോ ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെയുണ്ട്, കേരള ഹിസ്റ്ററി. KS എക്സാമിനേഷനിലെ ഏറ്റവും ഒരു ചങ്ക് പോർഷനാണ് കേരള ഹിസ്റ്ററിയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേരള കൾച്ചറും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
സോഴ്സുകൾ തന്നെ മാർക്കറ്റിൽ വളരെ ലിമിറ്റഡാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടും ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. വേൾഡ് ഹിസ്റ്ററി ഞാൻ ഇവിടെ ഒരു മോഡലാക്കി കൊടുത്തിട്ടുണ്ട്. സോ വിൽ ബി ഡിസ്കസിങ് മോർ അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് POIQ അനാലിസിസ് ഇൻ എ സെപ്പറേറ്റ് വീഡിയോ. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഒന്ന് സിലബസ്, രണ്ടാമത്തത് 90 ഡേയ്സ്. 90 ഡേയ്സ് മറക്കണ്ട, 90 കോർ ഡേയ്സ് ആണ്. അപ്പോൾ 90 ദിവസങ്ങൾ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ദെൻ ഫൈനലി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് റിവൈസ് വെരി വെൽ ആൻഡ് പ്രാക്ടീസ് വെൽ. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ആവശ്യമായിട്ടുള്ള റിവൈസബിൾ നോട്ട്സ് അത് നമ്മുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ട് കിട്ടുന്ന ഒന്നായിരിക്കും. ആൻഡ് ഡെയിലി MCQs. ഡെയിലി MCQs ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 90 ദിവസത്തിൽ നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും എങ്ങനെ നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്യാം, എങ്ങനെ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്യാം, ഇങ്ങനത്തെ പല പല പാറ്റേൺസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കേണ്ടത്. സോ ആ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേണം. റിവിഷൻ അത് വെറും പുസ്തകം എടുത്ത് വായിക്കലല്ല, MCQസിലൂടെ റിവൈസ് ചെയ്യണം. അതിനുവേണ്ടി സ്പെസിഫിക്കലായിട്ട് വി ആർ ഹാവിങ് വൺ പെർട്ടിക്കുലർ പ്രോഗ്രാം, വീക്ക്ലി റിവിഷൻ ത്രൂ MCQs. വീക്കിലി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡേ, ഒരു സാറ്റർഡേ നിങ്ങൾക്ക് MCQസിലൂടെ മാത്രം റിവൈസ് ചെയ്യാൻ വേണ്ടി കൂടിയുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകം വായിക്കും, മനസ്സിലായി എന്ന് പറയും. പക്ഷേ എക്സാമിനേഷൻ്റെ വരുന്ന സമയത്ത് നമ്മുടെ അക്യുറസി, കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് ഫോർച്യൂൺ IASന്റെ എക്സ്പേർട്ട് മെന്റേഴ്സ്, ഫാക്കൽറ്റീസ് ഇവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് എ മോഡൽ ഓൺലി, സിമ്പിൾ മോഡലാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള POIQ അനാലിസിസ് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ അടുത്ത 90 ദിവസം നിങ്ങൾ കേസ് പ്രിപ്പറേഷനുമായിട്ട് എങ്ങനെ കൊണ്ടുപോകണം? അടുത്ത 90 ദിവസം വളരെ ക്രൂഷ്യലാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഫോർച്യൂൺ IAS ഈസ് ഗോയിങ് ടു പ്രസന്റ് വൺ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ഫോർ യു. മാർച്ച് 17 മുതൽക്ക് പുതിയ ഒരു KS ബാച്ചുമായിട്ട് ഫോർച്യൂൺ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നു. എന്തുകൊണ്ട് ഫോർച്യൂൺ? ദ റിസൾട്ട് ഇറ്റ് സെൽഫ് സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ്. നോക്കിക്കേ, സ്ട്രീം 1 റാങ്ക് 1, റാങ്ക് 2, സ്ട്രീം 2 റാങ്ക് 3, ഇതെല്ലാം ഫോർച്യൂണിൻ്റെ റിസൾട്ടാണ്. ഇത് മാത്രമല്ല, കേസ് എക്സാമിനേഷൻ പാസ് ചെയ്ത് ഇന്ന് കേരളത്തെ നയിക്കുന്ന KS ഉദ്യോഗസ്ഥരിൽ നല്ലൊരു ശതമാനവും അത് ഫോർച്യൂണിന്റെ സപ്പോർട്ടോടുകൂടി എത്തിയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല, ഇനി നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അടുത്ത 90 ദിവസത്തിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ്, ടോട്ടലി നിങ്ങൾക്കൊരു 350+ മണിക്കൂറിന്റെ ഒരു സെഷനാണ് ലഭ്യമാകുന്നത്. അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 220 hours, 220-ലേറെ വരുന്ന മണിക്കൂറുകൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആയിട്ട് തന്നെ പഠിക്കാം. രാവിലെ ഒരു 2 മണിക്കൂർ, വൈകുന്നേരം ഒരു 2 മണിക്കൂർ, അങ്ങനെ ഡെയിലി 4 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്, ദെൻ 1 മണിക്കൂറിൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ റെക്കോർഡ് സെഷൻ. കറണ്ട് അഫേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറയേണ്ടതില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി പേപ്പർ 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ശതമാനം കറണ്ട് അഫേഴ്സ് എക്കണോമിയിൽ നിന്നും സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കറണ്ട് അഫേഴ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു വർഷത്തെ വരുന്ന കറണ്ട് അഫേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയതുകൊണ്ട് തന്നെ യു ഹാവ് വീക്ക്ലി കേരള റൗണ്ട് അപ്പ്. ഇത് ഫോർച്യൂണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണ്. നിങ്ങൾക്ക് കേരള റൗണ്ട് അപ്പ് എന്ന് പറയുന്ന ഒരു വീക്ക്ലി കറണ്ട് അഫേഴ്സ് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെഷൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അങ്ങനെ ടോട്ടലി 350-ലേറെ വരുന്ന മണിക്കൂറുകളോളം വരുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്ന പേപ്പറുകൾ കൂടി വരുന്നുണ്ട് അല്ലേ. അത് ഓൾറെഡി നിങ്ങൾക്ക് അത്യാവശ്യം പ്രൊഫിഷ്യൻസി ഉള്ളതാണ്. നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ളവരാണ് അല്ലേ. ലിറ്ററസി നല്ലതുപോലുള്ള നാടാണ് നമ്മുടെ കേരളം. സോ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് സെൽഫായിട്ട് പഠിക്കാൻ വേണ്ടി അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം ലൈവായിട്ട് തന്നെ കറണ്ട് അഫേഴ്സ് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കും. അങ്ങനെ ടോട്ടലി ഒരു 350-ലേറെ വരുന്ന ക്ലാസ്സസ് ആണ്, മണിക്കൂറിലേറെ വരുന്ന ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന് പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടാകും, വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാകും, വീക്ക്ലി റിവിഷൻ ത്രൂ MCQ സെഷനുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചുരുക്കി പറഞ്ഞാൽ KS നിങ്ങൾക്ക് ലഭ്യമാകുക എന്നുള്ളത് ഫോർച്യൂൺ IASന്റെ ഒരു ഡെഡിക്കേറ്റഡ് വിഷനായിട്ട് മാറുന്ന ഒരു കോഴ്സ് പ്രോഗ്രാമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മുഴുവനും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഡു ചെക്ക് ദാറ്റ് വൺ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ വായിക്കാം, മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു 90 ദിവസത്തെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ 90 ദിവസത്തെ ഫോർച്യൂൺ ഈസ് ഓൾറെഡി ഹിയർ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് രാവിലത്തെ സെഷൻ, മോർണിംഗ് സെഷൻ, ദെൻ ഈവനിങ് സെഷൻ, ഇങ്ങനെ ഫുൾ ക്ലാസ്സസിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. മാർച്ച് 17 മുതൽക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ, പ്രിലിംസ് എക്സാമിനേഷൻ വരെയുള്ള ഫുൾ സപ്പോർട്ട്, അതിനുശേഷമുള്ള മെയിൻ സപ്പോർട്ട് എല്ലാം ലഭ്യമാകുന്ന ഒരു KSന്റെ ഒരു ബ്യൂട്ടിഫുൾ
ബ്യൂട്ടിഫുൾ കോഴ്സാണ് നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഫോർച്യൂൺ നൽകാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയേക്കുക, ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഏർലി ബേർഡ് ഓഫർ കിട്ടാൻ വേണ്ടി ഉടനടി ഓഫീസ് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാനും ശ്രമിക്കുക. സോ KS നമ്മുടെ മുമ്പിലുള്ളത് 90 ദിവസം മാത്രമാണ്. ആ 90 ദിവസത്ത് നിങ്ങളെ നയിക്കാൻ വേണ്ടി ഫോർച്യൂൺ ഈസ് ഓൾ സെറ്റ്. ഫുൾ കോൺഫിഡൻസോടുകൂടെ, ഒരു ഫുൾ മെന്റാലിറ്റിയോടുകൂടെ നിങ്ങൾ പ്രിപ്പറേഷനോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. വി ആർ ഹിയർ ഫോർ ഓൾ സപ്പോർട്ട്. സോ അടുത്ത KS നിങ്ങൾക്കുള്ളതാണ്. ഒട്ടും വൈകിക്കേണ്ട, ഉടനെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.